ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കേണ്ടത്. നമസ്കാരത്തെക്കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിച്ചത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത്, അതുപ്രകാരം നിങ്ങൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ്. ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും ഈ വിശ്വാസത്തിന്റെയും ഈ മാതൃകയുടെയും അടിസ്ഥാനത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോ കർമ്മങ്ങളും നാം പരിശോധിക്കണം. വിശ്വാസം ക്ലിയർ ആണോ, ശരിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ഒരു വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണോ ഞാൻ ഈ നമസ്കരിക്കുന്നത്, ഞാൻ ഈ നോമ്പെടുക്കുന്നത്, ഞാൻ ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. നമുക്കറിയാം, ഇസ്ലാമിൽ ഖബർ സന്ദർശനം എന്നുള്ള ഒരു സുന്നത്തായ പ്രക്രിയ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷേ ഖബർ സന്ദർശനം എന്ന സുന്നത്തിനെ മറ്റൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോവുകയും മരണപ്പെട്ട ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമാക്കി, അവസരമാക്കി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ ദാരുണമായ വേദനാജനകമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണത്തിന്റെ വഫാത്തിന്റെ വേളയിലും അവിടുന്ന് പറഞ്ഞൊരു കാര്യമാണ്: അലാ ഫലാ തത്തഖിദൂ ഖബരി മസ്ജിദാ. എന്റെ ഖബറിനെ നിങ്ങൾ മസ്ജിദാക്കരുത്, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷത്തിന്റെ വേളകളാക്കരുത്. ഫലാ തജഅലൂ ഖബരി ഈദാ. എന്റെ ഖബറിനെ നിങ്ങൾ ഉത്സവത്തിന്റെ, ഈദിന്റെ, ആഘോഷത്തിന്റെ വേളകളാക്കല്ലേ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിൽ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഖബറുകൾ ഖബർ സന്ദർശനത്തിന്റെ പേര് പറഞ്ഞ് കടന്നു വരികയും ഒടുവിൽ ഖബർ സന്ദർശനമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മറമാടി കിടക്കുന്ന മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുൻഗാമികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആരാണ് മുൻഗാമികൾ? ജൂത നസാറാക്കളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ വേളയിൽ വെച്ച് അവിടുന്ന് പറയുകയാണ്: ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. ജൂത നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ, പടച്ച റബ്ബിന്റെ കോപം അവരിലേക്ക് ഇറങ്ങട്ടെ. കാരണം എന്താണ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. കാരണം അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ, അവർ മരിച്ചു കിടക്കുന്ന ഖബറിടങ്ങളെ ആരാധനയുടെ വേളകളാക്കി, ആരാധനയുടെ സ്ഥലങ്ങളാക്കി അവർ മാറ്റുകയുണ്ടായി. അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി നേർച്ച പരിപാടികൾ നടത്തുക, ആരാധനയുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും അവിടെ പ്രകടിപ്പിക്കുക, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, സങ്കടങ്ങൾ പറയുക, പ്രാർത്ഥനകൾ നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി ചെയ്തുവെന്ന് ലോകത്തിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്: കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. നിങ്ങൾക്ക് ഞാൻ ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഖബർ സന്ദർശനം സഹാബികൾക്ക് പുണ്യമാക്കി കൊടുത്തില്ല. ഇസ്ലാമിന്റെ തുടക്കത്തിന്റെ സമയത്ത് നിങ്ങൾ അറിയുക, നിങ്ങൾ ഇനി സന്ദർശിച്ചു കൊള്ളുക, നിങ്ങൾക്കിനി സന്ദർശിക്കാം. വിശ്വാസം കൃത്യമായി ഉറച്ചതിന് ശേഷം ലോകത്തിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്: നിങ്ങൾ ഇനി ഖബർ സന്ദർശിച്ചു കൊള്ളുക എന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്: ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾക്കത് പരലോക ചിന്തയെ നട്ടു നനച്ചു തരുന്നതാണ്, പരലോക ചിന്തയെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം: ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. മരണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആലോചിച്ചു, എന്തിനാ ഇസ്ലാം ഖബർ സന്ദർശനം പുണ്യമാക്കിയത്? ആ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ്. കാരണം നിങ്ങളും ഇതുപോലെ ആറടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവരാണ്. ജീവിതത്തിന്റെ തിരക്കുകൾ പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നവരെ, ഈ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ നിങ്ങളും വന്ന് വിശ്രമിക്കേണ്ടവരാണ്. നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അശ്രദ്ധകളും ഇവിടെ അവസാനിക്കുന്നതാണ് എന്ന ബോധം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ സൂറത്ത് തകാസുറിലൂടെ, ഹത്താ
പറഞ്ഞയക്കുകയാണ്. ഹത്താ സുർതുൽ മഖാബിർ, എന്തുവരെയാണെന്നറിയുമോ? ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ മാത്രമാണ് നിങ്ങളുടെ അലസമായ ഈ ജീവിതമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലും അതാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്നാണ്. അല്ലാതെ ഖബറിൽ പച്ചപ്പട്ട് കെട്ടാനല്ല, അല്ലാതെ ഖബറിൽ വിളക്ക് കൊളുത്താനല്ല, അല്ലാതെ ഖബറിൽ എടുത്തു വെച്ചിരിക്കുന്ന വിളക്കിലേക്ക് എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ ആണ്ടും അതേപോലുള്ള ആഘോഷങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, ഉറൂസുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. സഹോദരങ്ങളെ, ഖബർ എന്ന് പറയുന്നത് മനുഷ്യനെ നിർമ്മലമാക്കാനുള്ളതാണ്. അവന്റെ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളാണ്. കൂട്ടത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾ, എത്രയോ പേരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവോ പിതാവോ ആരെങ്കിലുമൊക്കെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ പള്ളിക്കാട്ടിലെ ചെടികൾക്കിടയിൽ, ആ കാട് പിടിച്ചു കിടക്കുന്ന ചെടികൾക്കിടയിൽ എന്നെയും നിങ്ങളെയും നൊന്ത് പ്രസവിച്ച മാതാപിതാക്കളുണ്ട്, പോറ്റി വളർത്തിയ പിതാക്കളുണ്ട്. അവിടെ ഖബറുകൾ നമ്മൾ സന്ദർശിക്കാറുണ്ടോ? ആ ഖബറിനടുത്തേക്ക് നമ്മൾ പോകാറുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ വസ്സിഅ ഖബറഹു വനവ്വിർ ലഹു ഫീ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബർ സന്ദർശനം ഇസ്ലാം പുണ്യമാക്കിയിട്ടില്ല. ഖബർ സന്ദർശനത്തിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടതില്ല. കാരണം അവർക്ക് തരുമ്പോൾ അതിൽ പുണ്യമില്ലാത്തത് കൊണ്ടാണ്. ലോകത്തിന്റെ പ്രവാചകൻ ഒരൊറ്റ വാചകം പോലും സ്ത്രീകളോട് ഖബർ സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് മരിച്ചുപോയ അമ്പിയാക്കന്മാരുടേതാണെങ്കിലും മൗലിയാക്കന്മാരുടേതാണെങ്കിലും സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും ഖബറാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം പുണ്യമല്ല. എന്ന് മാത്രമല്ല, ധാരാളമായി ഖബറിലേക്ക് ഏതെങ്കിലും സ്ത്രീകൾ പോകുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. പുരുഷന്മാരോട് പറയാം, ആരെങ്കിലും ഖബർ സന്ദർശിച്ചിട്ടുണ്ടോ? അടുത്ത സമയത്ത് നമ്മുടെ വാപ്പയുടെ ഖബറിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ആ ചെടികളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരല്പസമയം നിന്നുകൊണ്ട് എന്റെ റബ്ബേ, എന്റെ വാപ്പയുടെ ഖബർ വിശാലമാക്കണം, സ്വർഗ പൂങ്കാവനമാക്കണം, അല്ലാഹുവേ നരകത്തിന്റെ കുണ്ടാക്കല്ല റബ്ബേ, അല്ലാഹുവേ പരലോകത്തിൽ ഞങ്ങൾ ഒരുമിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ പോണം. അതിനാണ് മരണം, അതിനാണ് ഖബർ സന്ദർശനം ഇസ്ലാം നമുക്ക് പുണ്യമാക്കി തന്നിട്ടുള്ളത്. ആ രൂപത്തിലുള്ള ഇസ്ലാം പുണ്യമാക്കി തന്ന രൂപത്തിലാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പോകുന്നത് എന്തിനാ? നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി നമ്മൾ ആ മരിച്ചു കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിനുവേണ്ടി ടൂറുകൾ സംഘടിപ്പിക്കുന്നവരുണ്ട്, തീർത്ഥാടനങ്ങൾ നടത്തുന്നവരുണ്ട്, സിയാറത്ത് ടൂറുകളും തീർത്ഥാടനങ്ങളും നടത്തുന്നവരുണ്ട്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, അതെല്ലാം തിരുത്തണം. ഈ ഇസ്ലാമിന് ഇസ്സത്ത് വേണോ? മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് വേണോ? പ്രാർത്ഥന സ്വീകരിക്കണോ? കർമ്മങ്ങളൊന്ന് സ്വീകരിക്കണോ? അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥ വിശേഷം നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ പ്രവാചക, എന്റെ ദാസന്മാര് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം അവരോട്, ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന്. ഫഇന്നി ഖരീബ്, ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് എന്നെ കുറിച്ച് നബിയേ നിങ്ങൾ നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിലൂടെ. എന്നിട്ടോ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. അതിനാൽ എന്നോട് അവർ ഉത്തരം ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറയുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, നാം അറിയുന്നുണ്ട് അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണ്, അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്താണ്, ഇപ്പോൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങളും വിചാരങ്ങളും എന്താണ്, എല്ലാം നാം അറിയുന്നുണ്ട്. ആരാ പറയുന്നത്? അല്ലാഹുവാണ്. എന്തിനാ ഞാനിത് റമളാൻ
മുന്നോടിയായി നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, കർമ്മങ്ങൾ പടച്ചുറപ്പ് സ്വീകരിക്കണോ, അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ അത് ശിർക്കെന്ന മഹാപാതകമായതുകൊണ്ടാണ്. ആ പാതകം ചെയ്തുകൊണ്ട് എത്ര വലിയ നന്മ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല എന്നതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്, നീ കത്തിക്കപ്പെട്ടാലും അഗ്നിക്കിരയാക്കപ്പെട്ടാലും നീ മറ്റുള്ളവരുടെ കത്തികൾ കൊണ്ട് വാളുകൾ കൊണ്ട് അവരുടെ വാളുകൾക്ക് ഇരയായി പോയാലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൊടുത്ത ഉപദേശമാണ്. ജീവിതത്തിൽ സഹാബികൾ കൃത്യമായി പാലിച്ചില്ല. ലോകത്തിന്റെ പ്രവാചകൻ മദീനത്തെ മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴല്ലേ ലോകം നടുക്കിയ പ്രതിസന്ധികൾ സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്വഹാബികൾ പരസ്പരം വാളെടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ലേ, സുഫീൻ യുദ്ധം ഉണ്ടായിട്ടില്ലേ, ജമൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ, അതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഉടലെടുത്തിട്ടില്ലേ. യമാമയിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ യമാമയിലെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലേ, ഞങ്ങൾ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ടില്ലേ. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ മുസ്ലിം ലോകം വളരെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഒടുവിൽ അവരോട് യുദ്ധം ചെയ്യാൻ സഹാബികൾ തീരുമാനിച്ചിട്ടില്ലേ. കാലഘട്ടത്തിൽ കഠിനമായ വരൾച്ചയുണ്ടായിട്ടില്ലേ. എന്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് അവർ പോയില്ല? പ്രവാചകന്റെ ഖബറിനടുത്ത് പോയിട്ട് അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഈ കാഴ്ച കാണുന്നില്ല നബിയേ, ഞങ്ങൾക്കിതാ കടുത്ത വരൾച്ച വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അങ്ങ് മരിച്ചതിന് ശേഷം മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ അങ്ങയോട് വന്നിട്ട് അങ്ങയോട് സങ്കടം പറയുന്നു എന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാർത്ഥന ലോകത്തിന്റെ പ്രവാചകന്റെ നേർക്ക് സഹാബികൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് എന്താ ചെയ്തത്? ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവർ അല്ലാഹുവിനോട് തേടുക ചെയ്തത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആരോടാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിൽ ഏതാണ്ട് ഹിജറ 8 അടുക്കുന്ന സന്ദർഭത്തിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഏതാണ്ട് ഹിജറ 8 അടുക്കുന്ന സന്ദർഭത്തിലാണ് എന്നാണ് ഉള്ളവൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലാണോ വലുത്, അബ്ബാസ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണോ വലുത്? സംശയം എന്താണ്? അല്ലാഹുവിന്റെ റസൂലാണോ വലുത്? സംശയമില്ല. പക്ഷെ ലോകത്തിന്റെ പ്രവാചകൻ ജീവിക്കുന്ന മദീനത്ത് ആ പ്രവാചകന്റെ ഖബർ തൊട്ടടുത്തുണ്ടായിരിക്കെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള ന്യായം എന്താണ്? പറയാനൊരു കാരണം ഉണ്ടാകുമല്ലോ. എന്തേ കാരണം? വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണ്, അത് ഇസ്ലാം ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ്. ആ ശിർക്ക് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കാതെ മരിച്ചു പോയാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ആയത്തിൽ അവർക്കറിയാം. ആ ആയത്തിന്റെ സന്ദേശം അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ പടച്ചറബ് പുറത്തു കൊടുത്തേക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു വേള അയാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റു നന്മകൾ പടച്ചറബ് പരിഗണിച്ചിട്ട് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ പാപമോചനം നടത്താതെ ഏതെങ്കിലും വ്യക്തികൾ മരിച്ചു പോയാൽ ഇന്നല്ലാഹു ലാ യഗ്ഫിറു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അതാർക്കറിയാം? സഹാബത്തിന് അറിയാം. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ റസൂലിനോട് കൈനീട്ടാതെ വഫാത്തായി കിടക്കുന്ന പ്രവാചകന്റെ ഖബറിടത്തിലേക്ക് പോയി ചോദിക്കാതെ ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മാണ്, പിതൃവ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എന്നാണ്. നമുക്കും ചെയ്യാം. ആരെ കൊണ്ട്? ജീവിച്ചിരിക്കുന്ന വിവരമുള്ള ആലിമീങ്ങളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ദ്വാരക്ക് ഞങ്ങൾ ആമീൻ പറയാം. അതിനെന്താ ഒരു പ്രശ്നമില്ല. ഇതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഒരിക്കലുമല്ല.
അതുകൊണ്ട് ഈ പ്രവണതകൾ നിർത്തലാക്കണം. പ്രാർത്ഥന റബ്ബിനോട് മാത്രമാക്കണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും അല്ലാഹുവാണ് തനിക്കിത് തന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീനി, ഞാൻ രോഗിയായാൽ അല്ലാഹുവാണ് എനിക്ക് ശിഫ തരുന്നവൻ. രോഗിയായാൽ ശിഫ തരുന്നവൻ ആരാ? അല്ലാഹുവാണ്. മക്കളെ തരാതിരിക്കുന്നവൻ ആരാ? അല്ലാഹുവാണ്. ആരാ മക്കളെ തരുന്നത്? അല്ലാഹുവാണ്. ആരാണ് നമ്മൾ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്? അല്ലാഹുവാണ്. ആരാ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്? അല്ലാഹുവാണ്. ആരാ ഖൈർ തരുന്നത്? അല്ലാഹുവാണ്. ആരാ ശർ തരുന്നത്? അല്ലാഹുവാണ്. അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത്. ഈ പഠിച്ച വിശ്വാസവും ഇന്ന് നമ്മുടെ വിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മുസ്ലിം ഉമ്മത്ത് ശരിക്കും പരിശോധിക്കണം. എല്ലാ നന്മയും തരുന്നവൻ അല്ലാഹുവാണ്, എല്ലാ തിന്മയും തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നന്മ തരുന്നവൻ നീയാണ്, തിന്മ തരുന്നവൻ നീയാണ്. ആ നന്മയെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല റബ്ബേ, തിന്മയെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല റബ്ബേ. ഇതല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത്? ഇതല്ലേ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഇന്ന അഹദകും ലയമൂത ഹത്താ യസ്തൗഫിയ റിസ്ഖഹു എന്നല്ലേ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. നിശ്ചയം നിങ്ങളിൽ ഒരാളും അവന്റെ റിസ്ഖ് പൂർണ്ണമായി നേടിയെടുക്കാതെ മരിക്കുകയില്ല എന്നാണ്. ഈ വിധിവിശ്വാസത്തിൽ മുസ്ലിമിന്റെ നിലപാട് എന്താണ്? ഒരു പ്രയാസം വരുമ്പോഴേക്കും ഖബറിലേക്ക് ഓടുന്നവർ, ജാറത്തിലേക്ക് ഓടുന്നവർ, നേർച്ച വഴിപാടുകൾ നടത്തുന്നവർ, അല്ലാഹുവോട് തേടുന്നവരോട് പറയുകയാണ്, ഈ ഹദീസ് നമ്മൾ എവിടെ കൊണ്ടുവെക്കും? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച റിസ്ഖ് അത് പൂർണ്ണമായും നേടിയെടുക്കാൻ നിങ്ങൾ മരിക്കൂല. ഉദാഹരണം പറയാം. ഒരു മനുഷ്യന്റെ 70 വയസ്സ് വരെയുള്ള ആയുസ്സിനിടയിൽ ഒരു ചാക്കരി തിന്നാൻ പടച്ചറപ്പായ വിധിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു ചാക്കരി 2 ചാക്കരിയാണ് അയാൾ മൊത്തം തിന്നേണ്ടത്. ഏത് 70 വർഷത്തിനിടയിൽ ഓരോ ദിവസവും കുറച്ച് കഴിച്ച് മൊത്തം നോക്കുമ്പോൾ 2 ചാക്കരി അയാൾ ഈ 70 വർഷത്തിനിടയിൽ കഴിക്കാൻ പടച്ചു വിധി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ 70ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ മുമ്പ് 2 ചാക്കരിയുടെ 2ാമത്തെ ചാക്കിലെ അവസാനത്തെ വറ്റും അയാൾ കഴിച്ചിരിക്കും. അവസാനത്തെ വറ്റും അയാൾ ആമാശയത്തിലേക്ക് എത്താതെ അയാൾ മരിക്കൂല. അല്ലാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി പറഞ്ഞതാണ്. പിന്നെന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ എന്താ തടസ്സം? മക്കളില്ലാത്തതാണോ പ്രശ്നം? ഖുർആൻ മറിച്ചു നോക്കൂ. 25 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു നിരത്തി വെച്ച് നമ്മോട് പറയുകയാണ്. അവരൊക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ചവരാണ്. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയോട് അവർ തേടിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയാൻ, പടച്ചോനെ, എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നീ തരണം റബ്ബേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനത്തെ നീ എനിക്ക് തരണം റബ്ബേ. ഇരിക്കുന്നവരിൽ എത്രയോ പേർക്ക് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ ജനിച്ചവരുണ്ട്. കല്യാണം കഴിഞ്ഞ് 13ാമത്തെ വർഷമാണ് ഭാര്യ പ്രഗ്നന്റായത്. എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള ഒരു സഹോദരന്റെ കാര്യം പറയുകയാണ് ഞാൻ നിങ്ങളോട്. കല്യാണം കഴിഞ്ഞ് 13 വർഷം വരെ കുട്ടികൾ ഉണ്ടാകാതെ അവസാനം ഭാര്യയുടെ ജീവിതത്തിലെ കടുത്ത ട്രോമകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവര്. ഒരു കല്യാണ വീട്ടിൽ പോകാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. കുറെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായി അവര് ചോദിക്കും, എന്റെ കുട്ടികളൊന്നും ആയില്ലേ, ലക്ഷണങ്ങളൊന്നും ഇല്ലേ, ഇന്നടുത്ത് പോയിക്കൂടെ, ഇന്ന ആശുപത്രിയിൽ പോയിക്കൂടെ, ഇന്നടുത്ത് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധം ചെലുത്തും. അവസാനം ഒരു നല്ല കാര്യത്തിന്, ഒരു സന്തോഷത്തിന്റെ വേളയിലോ പങ്കെടുക്കാൻ പോലും കഴിയാതെ വീടിനകത്ത് ട്രോമയിൽ അകപ്പെട്ട ആളുകളുണ്ട്. 13ാമത്തെ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് അവർക്ക് അല്ലാഹു കുഞ്ഞിനെ കൊടുത്തു. ഒരു ആശുപത്രിയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ അഡ്മിറ്റായി. അതിനു മുമ്പ് അവരുടെ ശരീരത്തിലെ ആ അതിന്റെ ഗർഭാവസ്ഥയ്ക്ക് പ്രതികൂലമായി എന്ന ഘടകങ്ങൾ മാറ്റിക്കൊടുത്തു. ഒരു യാറത്തിലും പോയില്ല, ഒരു മത്തുപറയിലും പോയില്ല. ഒടുവിൽ ഹോസ്പിറ്റലിൽ സിസേറിയൻ നടക്കുമ്പോൾ അതിന്റെ ആ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്ന ആ പിതാവ് കാത്തു നിൽക്കുകയാണ്. ബന്ധുക്കൾ എല്ലാവരും ഡോറ് തുറന്നു. ഓപ്പറേഷന്റെ തിയേറ്ററിലേക്ക് പോകുന്ന ആ ഡോറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഡോറ് തുറന്നു. ഒരു നഴ്സ് പുറത്തു വന്നു.
ഇന്നയാൾ ആരാണ്? അതെ, ഞാനാണ്. നിങ്ങൾക്ക് ഒരു മകൾ പിറന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കൊരു മകൾ പിറന്നിരിക്കുന്നു. ആ സന്തോഷ വാർത്ത അത് കേട്ടിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം ഞാൻ പറയുകയാണ്. ആ സന്തോഷ വാർത്ത കേട്ടിട്ട് സന്തോഷം സഹിക്കവയ്യാതെ അദ്ദേഹം നേരെ തന്റെ റൂമിലേക്ക്, താൻ ദിവസങ്ങളോളം എടുത്തിട്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ റൂമിലേക്ക് ചെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത് ഞാനൊരു ആവേശം കൊള്ളാൻ വേണ്ടി പറയല്ല, ഇത് അനുഭവമാണ്. ഞാൻ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് ആളെ മനസ്സിലാകും. ആ കുട്ടിക്ക് അവർ പേരിട്ടു ദുആലയാൽ. രാവുന്തിയോളം പ്രാർത്ഥിച്ചു ലഭിച്ച കുഞ്ഞ് എന്നർത്ഥത്തിൽ ആ കുഞ്ഞിന് അവർ പേരിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ആശുപത്രിയിലും പോയില്ല. അവസാനം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് കുഞ്ഞിനെ കിട്ടി എന്നാണ്. വാർദ്ധക്യത്തിന്റെ ഏതാണ്ട് അവശതയിലേക്ക് അദ്ദേഹം എത്തുന്ന സന്ദർഭത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് നീ കുഞ്ഞിനെ തരണം റഹ്മാനേ. അല്ലാഹുവേ, അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് 19-ാമത്തെ സൂറത്ത് മറിയത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് റബ്ബിന്റെ അടിമയായ സക്കരിയയുടെ വർത്തമാനമാണ്. ജീവിതത്തിലെ ചില സംഭവങ്ങളാണ്, അനർഘ നിമിഷങ്ങളാണ്. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. പടച്ചോനെ, ഞാനിതാ ജരാനര ബാധിച്ച് വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലെത്തി. എന്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം വെളുത്തു, നര വന്ന് തിളങ്ങി. എനിക്കിത് നരക്കാനൊന്നും ബാക്കിയില്ല റബ്ബേ. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. എന്നാലും ഈ സക്കരിയയ്ക്ക് നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരു മോഹഭംഗം ഉണ്ടായിട്ടില്ല, ഒരു നിരാശ വന്നിട്ടില്ല. എന്റെ ഭാര്യ വന്ധ്യയാണ് എന്നത് നിന്നോട് പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്കൊരു കാരണമല്ല റബ്ബേ എന്ന് പറഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാം നമ്മുടെ മുന്നിലില്ലേ. അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉ ദുആ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ജാരങ്ങൾ തോറും ആരെങ്കിലും പോകുന്നുവെങ്കിൽ കേൾക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ ആ ഭാഗത്ത് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹുവേ, നിനക്ക് സ്തുതിയാണ് റബ്ബേ. അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ. ഈ വാർദ്ധക്യത്തിൽ ഇസ്മാഈൽ എന്ന ഇസ്ഹാഖ് എന്ന രണ്ട് പൊന്നോമന പുത്രന്മാരെ എനിക്ക് വാഗ്ദാനം ചെയ്ത റബ്ബേ, നിനക്ക് സ്തുതി എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയിലാണോ? സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവുമായിട്ടുള്ള പ്രതിസന്ധിയിലാണോ? ഊരാ കുടുക്കിയാണോ? കടലിന്റെ അഗാധതകളിലേക്ക് പോയി ഒരു തിമിംഗലത്തിന്റെ വായിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹം അവിടെ എന്താ പ്രാർത്ഥിച്ചത്? അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത വനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റ്, ആ വയറിനകത്തുള്ള ഇരുട്ട്, സമുദ്രത്തിന്റെ അടിഭാഗത്തുള്ള ഇരുട്ട്, രാത്രി എന്ന കൂരിരുട്ട്, മൊത്തം അന്ധകാരത്തിന്റെ ഒരു ലോകം. അവിടെ ആ പ്രതിസന്ധിയുടെ നടുവിൽ പതറാതെ യൂനുസ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദിന്നൂനിന്റെ പ്രാർത്ഥനയാണ്, അഥവാ യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ എന്നൊരു വാക്കേ അതിലില്ല, റബ്ബി എന്നൊരു വാക്കേ അതിലില്ല, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ തളരാതെ പതറാതെ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തിയിട്ട് പടച്ചവനോട് നമ്മൾ ആവശ്യങ്ങൾ ചോദിച്ചു, ഉത്തരം കിട്ടും. നമുക്ക് അല്ലാഹ് തന്ന വാഗ്ദാനമാണ്, റസൂലുള്ളാഹി തന്ന വാഗ്ദാനമാണ്. നമ്മൾ ആരെ വിശ്വസിക്കണം? നമ്മൾ എന്തിനാ വിശ്വസിക്കണം? കയ്യിലും കാലിലും അതുപോലെ എളിയിലും ഒക്കെ ചരട് കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലേ? ലോകത്തിന്റെ പ്രവാചകൻ അനുവദിച്ച കാര്യമാണോ ഇതൊക്കെ? എന്നിട്ട് നമ്മൾ നോമ്പെടുക്കാൻ നിൽക്കുകയാണോ? നമസ്കരിക്കുകയാണോ? അള്ളാഹു സ്വീകരിക്കുമോ? സഹാബിമാര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയ്യിൽ ചരട് കെട്ടിയ സ്വഹാബിയോട്, ക്ഷമിക്കണം, കയ്യിൽ ചരട് കെട്ടിയ വ്യക്തിയോട്
ഒരു സഹാബി വന്നിട്ട് പറയാണ്, നീ മരിച്ചാൽ പോലും ഞാൻ ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അറബി ഇബാറത്ത് വായിക്കാത്തത് സമയദൈർഘ്യം മൂലമാണ്. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും കയ്യിൽ ചരട് കെട്ടിയാൽ, മുറുക്ക് കെട്ടിയാൽ, ഏലക്സ് കെട്ടിയാൽ അവൻ അശ്റക, ശിർക്ക് ചെയ്തു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ശിർക്ക് ചെയ്തു. പണ്ഡിതന്മാർ ചിലർ പറയുന്നുണ്ട് വലിയ ശിർക്കാണോ ചെറിയ ശിർക്കാണോ എന്ന കാര്യത്തിൽ. ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണ്? ഫഖദ് അശ്റക, ശിർക്ക് ചെയ്തു എന്നാണ്. അത് നിസ്സാര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എൻ്റെ ഈ ഇടതുഭാഗത്തിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് പറയാണ്, സഹോദരിമാരെ നിങ്ങൾ കേൾക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സംഘം ആളുകൾ, 10 പേരടങ്ങുന്ന ഒരു സംഘം ആളുകൾ ദീനിനെ കുറിച്ച് പഠിച്ച് അത് ശരിയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ സന്തോഷത്തോടെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഷഹാദത്ത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരായി. അല്ലാഹുവിന്റെ റസൂൽ അതിൽ 9 പേർക്കാണ് പ്രവാചകൻ ബൈഅത്ത് കൊടുത്തത്. 10 പേരടങ്ങുന്ന സംഘമാണ്, 9 പേർക്ക് മാത്രമാണ് പ്രവാചകൻ ബൈഅത്ത് കൊടുത്തത്. ഒരാളെ മാറ്റി നിർത്തി. സഹാബികൾ റളിയല്ലാഹു അൻഹും, സഹാബികൾ എന്താ ചെയ്തത്? അത് കണ്ടിട്ട് പ്രവാചകനോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ബൈഅത തിസ്അ വ തറക്ത ഹാദാ, ഈ 9 പേർക്ക് നിങ്ങൾ ബൈഅത്ത് ചെയ്തിട്ട് ഒരാളെ എന്തിനാ മാറ്റി നിർത്തിയത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വ ഇന്ന അലൈഹി തമീമ, അവന്റെ കയ്യിൽ ചരടുണ്ട് എന്നാണ്. അവന്റെ കയ്യിൽ ചരടുണ്ട് എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. ആലോചിച്ചു നോക്കുക, ആ കയ്യിൽ കെട്ടിയ ചരട് അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? വിരൽ കയറ്റിയ ആ ചരടിന്റെ ഇടയിലൂടെ വിരൽ കയറ്റിയിട്ട് ഫഅദ്ഖല യദഹു ഇലാ ഫീ, വിരൽ പ്രവാചകൻ ആ ചരടിന്റെ ഇടയിലൂടെ കയറ്റിയിട്ട് ഫഖതഅഹാ, അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബൈഅത്ത് കൊടുത്തു. ഹദീസിലുള്ളതല്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇത് ഇസ്ലാമിലുള്ള കാര്യമാണ്. എന്നാൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ ചരട് ഊരിക്കോ, അത് നിങ്ങൾ ജാഹിലിയത്തിൽ കെട്ടിയതല്ലേ, ഞാൻ നിങ്ങൾക്ക് എന്നാൽ ഇസ്ലാം മതം സ്വീകരിച്ച സ്ഥിതിക്ക് ഫാത്തിഹ ഊരിയിട്ട് ഒരു ചരട് കെട്ടിത്തരാം, അത് മതി മുതൽ എന്ന് പറഞ്ഞോ. പ്രവാചകൻ അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് പറഞ്ഞെന്താ? മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ഇതൊക്കെ ധരിച്ചാൽ ശിർക്ക് ചെയ്യും. ശിർക്ക് ചെയ്താൽ ലോകത്തിന്റെ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ, അവർ പ്രവർത്തിച്ചത് മുഴുവൻ നഷ്ടത്തിലാകും, നിഷ്ഫലമാകുമെന്നാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല അൽദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന അമലു. അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്നും ഭിന്നനാണോ? പ്രവാചകനെ മാറ്റി നിർത്തിയോ? നബിയേ, നിങ്ങൾക്കും പൂർവികരായിട്ടുള്ള മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കും നാം കൊടുത്ത സന്ദേശം, നിങ്ങൾ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും താറുമാറാക്കും, എല്ലാ നന്മകളും ഞാൻ ഇല്ലാതാക്കും, നശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ഗൗരവമുള്ള വിഷയത്തിൽ ഇത്ര ലാഘവത്തോടു കൂടിയാണല്ലോ നമ്മളൊക്കെ കാണുന്നത് എന്ന് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ സങ്കടമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിന്റെ വിളിയാളം തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും, റമദാനിന്റെ ഓരോ നന്മകളെ കുറിച്ച് എണ്ണി എണ്ണി പറയേണ്ടുന്ന ഈ സന്ദർഭത്തിലും നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് ആത്മാർത്ഥതയും ഉള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ കൂടി ഇടയ്ക്ക് സംസാരിക്കുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പ് ചാർത്തിയതാണോ പരിശോധിക്കണം. ഇല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കരുണം വലിച്ചെറിയുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചവനെന്ന് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ ആ ആയത്തിന്റെ വിശദീകരണം പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ. അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിനാണ് അല്ലാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, പക്ഷേ ലോകത്തിന്റെ പ്രവാചകന്റെ മാതൃകയില്ലെങ്കിൽ അല്ലാഹു അത് നിഷ്കരണം തള്ളുന്നതാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ മാതൃകയുണ്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചല്ല ചെയ്തത്, അതും അല്ലാഹു നിഷ്കരണം തള്ളുന്നതാണ്. രണ്ടും പടച്ചോന് വേണ്ട, അല്ലാഹുവിന് വേണ്ടിയാ ചെയ്യുന്നത്. മുട്ടിട്ട് തലയിട്ട് കൊണ്ടിടിച്ചതും നെറ്റി കൊണ്ടിടിച്ചതും എല്ലാം പടച്ചോന് വേണ്ടിയിട്ടാണ്. പാവങ്ങളെ സഹായിച്ചതും ഒക്കെ റബ്ബിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രവാചകന്റെ മാതൃക പലതിലും ഇല്ലായിരുന്നു.
അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് അതുപോലെ സ്വീകരിക്കാൻ. ഞാനും എന്റെ സഹാബത്തും ഇന്ന് എന്താണോ ചെയ്തത്, ഞാൻ ചെയ്തത് എന്താണോ നിങ്ങൾ കണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് മതം, അതാണ് മതം. അല്ലാതെ ഓരോരുത്തർക്കും അവനും ഇഷ്ടമുള്ളത് ഇങ്ങനെ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല. അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുക. മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നതെല്ലാം ബിദ്അത്താണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്തത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് നിഷ്കരണം വലിച്ചെറിയണം. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഫഖദ ഹദ്ദസ്തുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന എന്തൊക്കെയുണ്ടോ, നിങ്ങൾ ഇനി വീട്ടിൽ പോയി കുത്തിയിരുന്ന് ഗവേഷണം നടത്തണ്ട. എന്തൊക്കെയുണ്ടോ അതൊരു അലിഫാണെങ്കിൽ ആ അലിഫ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ആറ്റം സൈസ് നന്മയുണ്ടോ അത് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തരാതെ പോയിട്ടില്ല. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഏതൊരു നന്മയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുബഇദുകും അനിൻ നാരി ഇല്ലാ ഫഖദ ഹദ്ദസ്തുകും. നിങ്ങളോട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങളെ വിട്ടു പോയിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെന്തിനാ നമ്മൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നത്? റമളാൻ മാസമാകുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പതിവ് സംഭവം ഉണ്ടാവും. മിക്കവാറും എല്ലാ പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം. സ്വലാത്ത് റസൂൽ പഠിപ്പിച്ചതാണ്, അല്ലെ? സ്വലാത്ത് ചൊല്ലുന്നതിന് സഹോദരങ്ങളെ ഒരു പിശുക്കും കാണിക്കണ്ട. സ്വലാത്ത് നമുക്ക് എപ്പോഴും ചെല്ലാം. സ്വലാത്ത് നമുക്ക് എപ്പോഴും ചെല്ലാം. അനുവദിക്കപ്പെട്ട സമയങ്ങളിലെല്ലാം സ്വലാത്ത് ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രസംഗത്തിന്റെ തുടക്കത്തിലും ഞാൻ സ്വലാത്തിലിട്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ഞാൻ വലിയ സ്വലാത്ത് ചൊല്ലുന്നവനായിട്ടൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്വലാത്ത് ചെല്ലാൻ മൈക്കോൺ ആക്കേണ്ട ആവശ്യമില്ല. പള്ളിയിലെ മൈക്കോൺ ആക്കിയിട്ട് കൂട്ടത്തോടെ സ്വലാത്ത് ചെല്ലണ്ട. സ്വലാത്ത് വാർഷികങ്ങൾ നടത്തണ്ട. സ്വലാത്ത് മാമാങ്കങ്ങൾ നടത്തണ്ട. ഓരോ പേര് വെച്ചുകൊണ്ടുള്ള സ്വലാത്തുകൾ നടത്തണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം. ഖുർആൻ പറയുകയാണ്, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. എന്താ സ്വലാത്ത്? അല്ലാഹുവേ റസൂലിനെ, അല്ലാഹുവിന്റെ റസൂലിന് അഥവാ നിന്റെ ഹബീബായ റസൂലിന് നീ രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നതാണ് അതിന്റെ അർത്ഥം. അത് ഏത് മൂലയ്ക്ക് പോയിരുന്നു ചൊല്ലാം, ഏത് ഇരുട്ടത്തും ചൊല്ലാം, ഏത് വെളിച്ചത്തും ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചില സന്ദർഭങ്ങളും ചില സമയങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. എന്തിനാണ് സഹോദരങ്ങളെ റമദാൻ മാസത്തിൽ തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാളിങ്ങനെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? അലൻ നബി മുസ്തഫ സയ്യിദുസ് സലവാ എന്ന് പറയും. അപ്പൊ അടുത്ത ആൾ എന്ന് പറയും സല്ലല്ലാഹു അലൈഹി യാ ഹബീബി യാ റസൂലല്ലാഹ്. അപ്പൊ അടുത്ത ആൾ പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഒക്കെയും സ്വലാത്താണ്, ഒക്കെയും സ്വലാത്തിലാണ്. പക്ഷെ ഇതിവിടെ ആരാ ഇത് പറഞ്ഞത്? ഇങ്ങനെ രണ്ട് തറാവീഹ് നമസ്കാരങ്ങൾക്കിടയിൽ ഓരോ ഈ രണ്ട് റക്അത്തുകൾക്കിടയിൽ ഇത് ചൊല്ലണമെന്ന് ഏത് കിതാബിലാണ്, ഏത് ഹദീസാണ്, ഏത് സഹാബിയാണ് ഇത് നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തന്നത്? പഠിക്കണ്ടേ നമ്മൾ, മനസ്സിലാക്കേണ്ടേ നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു പുണ്യം നമുക്കത് പുണ്യമാകുമെങ്കിൽ സഹോദരങ്ങളെ ഇസ്ലാം ദിനം അതോടുകൂടി പൊളിഞ്ഞു പോകില്ലേ? എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഇന്നും അതിന്റെ ആ പ്രതാപത്തോടെ പിടിച്ചു നിൽക്കുന്നത്? ലോകത്തിന്റെ പ്രവാചകൻ വരച്ച വരക്കി ഉള്ളിൽ നിൽക്കാൻ പ്രവാചകൻ നമ്മോട് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിലോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്തു പോകാം. മരിച്ച വീട്ടിൽ ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളുണ്ട്. ഇസ്ലാം പഠിപ്പിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. അതൊക്കെയും ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ലെങ്കിലും സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. തറാവീഹ് നമസ്കാരത്തിനിടയിൽ ഇത്തരത്തിലുള്ള സ്വലാത്തുകൾ, ആ സ്വലാത്തുകൾ വരുന്ന സന്ദർഭത്തിൽ മിണ്ടാതെ ഇരുന്നാൽ മതി. അത് ക്രമേണ ഇല്ലാതായിക്കോളും. അവിടെ കലാപം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും ചെല്ലണ്ട, അങ്ങ് മിണ്ടാതിരിക്കുക. അപ്പോ ഏറ്റെടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം അതവിടെ നിലച്ചു പോകുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ലാത്ത പ്രവർത്തനങ്ങൾ ദീനിൽ ഒരിക്കലും അനുവദനീയമല്ല. അത് നോമ്പിന്റെ വിഷയത്തിലാണെങ്കിലും നോമ്പായി കഴിഞ്ഞാലുണ്ട് കുറെ ആളുകൾക്ക് അന്ന് തുപ്പലോട് തുപ്പലാണ്. വായൊന്നും തുപ്പുനീരില്ലാതെ ഉമിനീരില്ലാതെ തുപ്പി വായൊക്കെ വരണ്ട് അവസാനം ഉച്ച കഴിയുമ്പോഴേക്കും ആള് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ
നോമ്പ് തുറക്കുന്ന സമയത്ത് കട്ടിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ടേബിളിൽ കൊണ്ട് നിർത്തേണ്ട അവസ്ഥയാണ്. എന്തേ കാരണം? ശരീരത്തിന്റെ അനിവാര്യ ഘടകമായിട്ടുള്ള തുപ്പലിന്റെ ഒരു അംശം പോലും അയാളുടെ വായിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ തുപ്പി തുപ്പി നടക്കണം, അതൊരു തുപ്പൽ മാസമാക്കണം എന്നാണ്. നിങ്ങൾ നോക്ക്, റമദാൻ മാസമാകുമ്പോൾ സ്കൂളുകളിൽ സാധാരണ ഒരു കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ അധ്യാപകരോട് പെർമിഷൻ ചോദിക്കണം. റമദാൻ മാസത്തിൽ നിരുപാധികം തുറന്നു വിട്ടിരിക്കുകയാണ്. നിരുപാധികം പെർമിഷനാണ്. എന്താ? ഏതാൾക്കും പുറത്ത് തുപ്പിയിട്ട് വരാം, പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഇതെന്തൊരു തുപ്പലാണിത്? ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള മതപണ്ഡിതന്മാര് പഠിപ്പിച്ചതല്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെയും മനസ്സിലാക്കിയെടുത്ത് നമ്മുടെ ആളുകൾക്ക് വന്ന തെറ്റുകളാണ്. കഫം അത് തുപ്പിക്കളയണം. അല്ലാതെ സാധാരണ തുപ്പിനീരൊക്കെ ഉണ്ടല്ലോ, ഉമിനീര്, അതൊന്നും നിങ്ങൾ തുപ്പിക്കളയേണ്ട കാര്യമില്ല. റമദാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കുന്നതിനൊക്കെ വലിയ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. പല്ല് തേക്കുന്നതിന് മടി. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിലക്ക് നമുക്ക് നൽകിയിട്ടില്ല. നിങ്ങൾ നല്ലോണം പല്ല് തേക്കണം എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിൽ നിങ്ങൾ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നോമ്പുകാരനാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. റസൂൽ പറഞ്ഞു, നോമ്പുകാരനാകുമ്പോൾ മൂക്കിലേക്ക് നിങ്ങൾ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ചീറ്റിയാൽ മേലേക്ക് കയറി പോകും. അതുകൊണ്ട് അത് വേണ്ട, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പല്ല് തേക്കണം. അതിന് ഇത്രയും വലിയ പേസ്റ്റ് എടുത്തിട്ട് ആ ബ്രഷിലേക്ക് തേച്ച് വെച്ചിട്ട് പല്ല് തേക്കേണ്ടായിരുന്നില്ല. അല്ലാതെ നമുക്ക് പല്ല് തേക്കാൻ പറ്റും. കാരണം വൃത്തി ഇസ്ലാമിന്റെ ഒരു ഘടകമാണ്. നോമ്പുകാരൻ മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതിരിക്കും. വായിൽ ഉണ്ടാകുന്ന ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധം ആളുകളെല്ലാം കൊണ്ടുപോയി മണപ്പിച്ച് നടക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പറയും, അതെന്താ? കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ നോമ്പുകാരന്റെ വായ്ക്ക് സുഗന്ധമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ? അത് അല്ലാഹുവിന്റെ അടുക്കലല്ലേ? അത് പടച്ചോന്റെ അടുക്കലല്ലേ? നാട്ടുകാരടുക്കലാണോ? സഹപാഠി അടുക്കലാണോ? സഹപ്രവർത്തകന്റെ അടുക്കലാണോ? അല്ല, അള്ളാന്റെ അടുക്കലാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് അങ്ങനെയാ മനസ്സിലാക്കണം. അതുകൊണ്ട് വായൊക്കെ വൃത്തിയാക്കണം. പ്രത്യേകിച്ച് ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ചും വായിൽ ദുർഗന്ധം ഉണ്ടാവുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്നത് അദബുകേടാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദബുകേടാണത്. ഉറങ്ങി കിടക്കാൻ അല്ലെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് ബാക്കി പോവുക. ഖുർആൻ കൈയെടുക്കുമ്പോഴേക്കും ഉറക്കം വരുമല്ലോ, പിന്നെ സ്വാഭാവികമായിട്ട് കിടന്ന് ഉറങ്ങും. എന്നിട്ട് ഉറക്കത്തിൽ ഞെട്ടി നിന്നിട്ട് ബാക്കി ഓതാൻ നിൽക്കരുത്. പോയി പല്ല് തേക്കണം, വായ കഴുകണം. അത് ഖുർആനിനുള്ള അദബാണ്. അല്ലെങ്കിൽ അത് അദബുകേടായിട്ട് മാറും. സാങ്കേതികമായി പറയുന്ന കാര്യങ്ങളാണ്. കണ്ണിൽ മരുന്നുറ്റിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. നോമ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. കണ്ണിലൊക്കെ മരുന്നുറ്റിക്കാം. പക്ഷെ അത് അതിന്റെ ഒരു അംശം, അതിന്റെ ഒരു ടേസ്റ്റ് തൊണ്ടയിലേക്ക് വന്നാൽ അത് തുപ്പിക്കളയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ. ആരാ നോമ്പെടുക്കേണ്ടതില്ലാത്തവർ? നോമ്പെടുക്കേണ്ടതില്ലാത്ത ആൾക്കാരുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. നോമ്പെടുക്കാൻ കഴിയാത്തവർ ഒരു സാധുവിനുള്ള ആഹാരം അത് കൊടുത്തുകൊണ്ട് അയാൾ അത് പകരം വീട്ടണം. അയാൾക്ക് നോമ്പെടുക്കാൻ ഇനി കഴിയില്ല. പ്രായമുള്ള ആളുകൾ, വാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് എത്തിയ അയാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ വീണുപോകും. അയാൾക്ക് നോമ്പെടുക്കേണ്ട. കഠിനമായ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും മനുഷ്യരുടെ കൂട്ടത്തിൽ. അങ്ങനെയാണ്. ചില ഷുഗർ പേഷ്യൻസിനൊക്കെ കഠിനമായ വിശപ്പ് വന്നാൽ പിന്നെ അയാൾ വീണുപോകും. അത്രയും വിശപ്പ് വരികയാണെങ്കിൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നോമ്പിന്റെ സമയമാകുമ്പോൾ കുറച്ചൊന്ന് വിശപ്പോഴത്തേക്ക് ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ ആ മൗലവി പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെയല്ല. കഠിനമായ വിശപ്പ് വരികയും ജീവന് ഭീഷണിയാകുന്ന രൂപത്തിലേക്ക്, രോഗം, അയാളുടെ ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് വന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നെന്തുണ്ട്? മറ്റൊരിക്കൽ അയാളെ എടുത്തു വീട്ടണം. സൗദി അറേബ്യയിലൊക്കെ ഫത്വ കൊടുക്കും. കഠിനമായ ചൂടാണെങ്കിൽ, ഇപ്രാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമില്ല. അവിടെ സൗദിയിൽ നമുക്ക് നല്ല പ്രയാസമായിരിക്കും, നല്ല ചൂടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയിലൊക്കെ ഫത്വ കൊടുക്കും. കഠിനമായ ഉഷ്ണത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ സൂര്യതാപം ഏൽക്കും എന്നുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ, അങ്ങനത്തുള്ള ജോലി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അഥവാ അവരുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. നിർജ്ജലീകരണം എന്നാണ് പറയുന്നത്. ആ ഡീഹൈഡ്രേഷൻ എന്ന് പറയും. ആ നിർജ്ജലീകരണം ഉണ്ടാകുന്ന അവസ്ഥയിൽ പിന്നെ അവർ നോമ്പ് പിടിച്ചുകൊണ്ട് നിൽക്കരുത് എന്നാണ്. കാരണം പിന്നീടുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. അയാളുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് പോയേക്കാം. ആശുപത്രി ദിവസങ്ങളോളം കിടക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഒരു ദിവസത്തെ നോമ്പ് ഒഴിവാക്കിയാൽ ബാക്കി നോമ്പ് എടുക്കാൻ പറ്റും അയാൾക്ക്. ഇതോ ദിവസങ്ങളോളം അയാൾക്ക് പിന്നെ കിടക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിത്യരോഗികൾ, ആ നിത്യരോഗികൾ അവര് നോമ്പ് അവർക്ക് ഒഴിവാക്കാം. അവർ പിന്നീട് എന്ത് ചെയ്താൽ മതി? നിത്യരോഗികളാണ്. റമദാൻ അല്ലാത്ത സമയത്ത് രോഗികളായിട്ട് തന്നെ കിടക്കുകയാണെങ്കിലോ അവർക്ക് ഫിദിയ കൊടുത്താൽ മതി.
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, പിന്നെ സഹോദരിമാരുടെ ജീവിതത്തിൽ നമസ്കാരം നിർബന്ധമല്ലാത്ത സമയമുണ്ട്. ആ സമയം റമദാൻ മാസത്തിൽ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ നോമ്പ് ഒഴിവാക്കുമ്പോൾ ആ ഒഴിവാക്കിയ നോമ്പ് നിങ്ങൾ നോറ്റുവീട്ടാറുണ്ടോ? ഇതാ ശഅബാൻ മാസം പകുതി പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ 6ഉം 7ഉം നോമ്പും ഒക്കെ എടുത്ത് നോറ്റുവീട്ടാനുള്ള സഹോദരിമാരെ, തമാശയായിട്ടാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? ഹറാമാണ്, പച്ചയായ ഹറാമാണ്. ആ ഹറാമ് പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത റമദാനിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഈ നിമിഷം മുതൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നാളെ മുതൽ നോമ്പെടുത്താലും ഈ കഴിഞ്ഞ കൊല്ലം നഷ്ടപ്പെട്ട നോമ്പ് നിങ്ങൾക്ക് എടുത്തു വീട്ടാൻ പറ്റും. ചെറിയ കൗമാരക്കാരികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്, 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ അതുപോലെ +1 +2 സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവരതാ അടുത്ത മാസം, അതല്ല ഈ മാസം 15ാം തീയതിയോടുകൂടി അവർക്ക് മോഡൽ എക്സാം ഒക്കെ വരാൻ പോവാണ്. അവിടെ പബ്ലിക് എക്സാമിന്റെ ഭാഗമായിട്ട് റമദാൻ മാസം അവർക്ക് പബ്ലിക് എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. ഇനി മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ സഹോദരിമാരെ നോറ്റ് വീട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ മക്കളെ കൊണ്ട് നോറ്റ് വീട്ടണം. ഉമ്മമാരെ, നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അയാളുടെ ചെലവും പറ്റി ജീവിക്കുന്ന ഉമ്മമാരെ, ആ വീട്ടിൽ വളരുന്ന മക്കളുടെ ഉത്തരവാദിത്വം അത് നിങ്ങളുടെ തലയിലും കൂടി ഉണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതുകൂടി ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. റമദാൻ മാസം വരാൻ പോകുമ്പോ കുട്ടികളൊക്കെ 10ാം ക്ലാസ് SSLC പരീക്ഷയ്ക്കൊക്കെ കടക്കാൻ പോവാണ്. നോമ്പൊന്നും എടുത്തുകൊണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഊർജം പോകും, ഉന്മേഷം പോകും, കുട്ടികളുടെ പിന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പെടുക്കണ്ട എന്നൊരു സൂചന പോലും മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ ഇസ്ലാമികളോ താണ്ടിക്കടന്നിട്ടുണ്ട്. ബദർ യുദ്ധമൊക്കെ തീപ്പൊള്ളുന്ന ചൂടിൽ നോമ്പെടുത്തിട്ട് യുദ്ധം ചെയ്ത സഹാബികളാണ്. അവരുടെ മുന്നിലേക്ക് നമ്മൾ പരലോകത്ത് എന്താ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോമ്പൊഴിവാക്കിയ ആളുകൾ നമ്മളെ പിടിച്ചില്ല. ഏത് പരീക്ഷ? ബദറും അതുപോലെയുള്ള വലിയ വലിയ ഘോര യുദ്ധങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത സഹാബികൾ, കാതങ്ങളോളം താണ്ടിയ സഹാബികൾ, മരണം മുഖാമുഖം കണ്ടവർ നോമ്പൊഴിവാക്കാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നോമ്പെടുപ്പിക്കണം. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. ഇതൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് സ്വീകരിക്കാതിരിക്കാനുള്ള അവസാനത്തൊരു കാരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സംസാരം നിയന്ത്രിക്കണം. വഷളത്തരങ്ങൾ പറയരുത്. മൊബൈൽ ഫോൺ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൽ അശ്ലീലതകൾ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും വെള്ളം എടുത്ത് കുടിച്ചിട്ട് നോമ്പ് തുറന്നാൽ മോനെ, നിന്റെ പകൽ സമയത്തെ ആഹാരം കഴിക്കാനുള്ള സമയമാണ് നീ നഷ്ടപ്പെടുത്തിയത്. അല്ലാതെ റബ്ബിന്റെ അടുക്കൽ നോമ്പിന്റെ ഒരു പുണ്യവും നിനക്കില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ, പരിപാവനമായ, അനുഗ്രഹീതമായ ഈ മാസത്തെ പരിഹസിച്ചതിന്റെ പേരിലുള്ള ശിക്ഷ വേറെയുമുണ്ട്. മൊബൈലും പിടിച്ചിങ്ങനെ കളിക്കാന്ന് വിചാരിച്ചോ? ആ ഫ്രീ ഫയർ കളിച്ചുകൊണ്ട് ഇങ്ങനെ നോമ്പിങ്ങനെ എടുക്കാം, പബ്ജി കളിച്ചുകൊണ്ട് നോമ്പെടുക്കാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിമുകൾ കളിച്ചുകൊണ്ട് നോമ്പെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്റെ പൊന്നുമക്കളെ, നിങ്ങളോട് പറയുകയാണ്, നോമ്പെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കാനുള്ള സമയമല്ലത്. ഖുർആൻ ഓതേണ്ടുന്ന സമയമാണ്, ഖുർആൻ പഠിക്കേണ്ടുന്ന സമയമാണ്, ദിക്റുകൾ ചൊല്ലേണ്ടുന്ന സമയമാണ്, പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ടുന്ന സമയമാണ്, പള്ളിയിലേക്ക് കടന്നു വരേണ്ടുന്ന സമയമാണ്. ഒരൊറ്റ ജമാഅത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത വിധം നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും എടുക്കേണ്ടുന്ന സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ നന്നാക്കണേ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അറുത്തു മുറിച്ചവരുണ്ടോ? സഹോദരങ്ങളുമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ടോ? ഈ നോമ്പിന്റെ വേളയ്ക്ക് മുന്നോടിയായി ബന്ധങ്ങളെല്ലാം വിളക്കി ചേർക്കണം. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോമ്പ് പടച്ചോൻ സ്വീകരിക്കുന്നതല്ല. നോമ്പ് പടച്ചോൻ സ്വീകരിക്കുന്നതല്ല. ഞാൻ ആദ്യം ഓതി വെച്ചൊരു ഹദീസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഞാൻ കൂടി പറയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാളുടെ മാതാപിതാക്കൾ അയാളെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയ മാതാപിതാക്കളുണ്ട് അയാൾക്ക്. ആ മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ
അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ആ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ട് ആ ഉമ്മയുടെ അസുഖം വരുമ്പോൾ ആ ഉമ്മയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ വൈമുഖ്യം കാണിക്കാതെ അവരെ പൊന്നുപോലെ നോക്കിയവരുണ്ടോ? അവർക്ക് സഹോദരങ്ങളെ പ്രതിഫലമുണ്ട്. അല്ലാത്തവരാണോ? അവരെ തിരിഞ്ഞു നോക്കാത്തവരാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വറഹിമ അൻഫിംറിഇൻ, ആ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കട്ടെ, അവന് നാശം വരട്ടെ എന്നാണ്. അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു, അവന്റെ മാതാപിതാക്കൾ രണ്ടുപേരുമോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെയോ വാർദ്ധക്യത്തിലെത്തിയിട്ട് അവരെ നോക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ അവരെ പരിഗണിക്കാതെ ജീവിച്ചവരാണോ? അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. മുഹമ്മദ് നബിയെ പറയൂ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്ക്, മാതാപിതാക്കളുടെ വാരിയലിന്റെ നേരെ സഹോദരങ്ങളെ കൊടുവാള് കൊണ്ട് വെട്ടുന്ന മക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടായതാണ്. 34-36 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരി. സഹോദരങ്ങളെ, കോടാലിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഉപകരണങ്ങളോ കൊണ്ട് ജന്മം നൽകിയ മാതാവിന്റെ വാരിയൽ തകർത്തിട്ടുണ്ട്. ജന്മം നൽകിയ മാതാവിന്റെ തലക്ക് ചുറ്റിക കൊണ്ടടിച്ചിട്ട് അതല്ലാത്ത ബാക്കിയുള്ള 5 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത പ്രദേശത്തല്ലേ, വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ അത് നടന്നത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് നമുക്കതിന് പ്രാധാന്യമില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സഹാബി ഉണ്ടല്ലോ, ആ സഹാബിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് അയാൾ ഒരു സങ്കടം പറയുകയാണ്. എന്താണ് സങ്കടം എന്നറിയുമോ? അദ്ദേഹം പറയുകയാണ്, യാ അബാ അബ്ദില്ലാ. അബാ അബ്ദില്ലാ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓമന പേരാണ്. എന്തിനാണ് വന്നതെന്നറിയുമോ? ഞാനൊരു പെണ്ണിനെ വിവാഹം ആലോചിച്ചു. ശരിക്ക് കേൾക്കണം, ഞാനൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. പക്ഷേ എന്നെ വരനായി സ്വീകരിക്കാൻ അവൾ തയ്യാറായില്ല. എന്നാൽ മറ്റൊരുത്തൻ അവളെ വിവാഹം കഴിക്കാൻ അന്വേഷിച്ചു തന്നപ്പോൾ അയാളെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയ ഞാൻ ആ സ്ത്രീയെ പോയി കൊന്നു കളഞ്ഞു. അതിന്റെ പേരിൽ എനിക്ക് തൗബയുണ്ടോ? എനിക്ക് തൗബയുണ്ടോ? ഞാൻ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഉമ്മുക ഹയ്യാ, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറയുകയാണ്, ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ശേഷം പറയാൻ, തുബി ഇലല്ലാഹി അസ്സ വജല്ല വതഖറബ ഇലൈഹി മസ്തതഅത, എങ്കിൽ നീ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, നന്മകൾ ചെയ്ത് ശിഷ്ടകാലം ജീവിച്ചോ എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അല്ലാഹുവിനോട് ശിഷ്യൻ ചോദിക്കാൻ, ലിമ സഅൽതഹു അൻ ഹയാത്ത്, എന്തിനാണ് മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആ കൊലപാതകിയോട് നിങ്ങൾ ചോദിച്ചത്? അദ്ദേഹം പറയുന്നു, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, അല്ലാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും നല്ല കർമ്മമായിട്ട് മാതാപിതാക്കളോടുള്ള അല്ലെങ്കിൽ ഉമ്മയോടുള്ള പുണ്യത്തെക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അയാളോട് പറയാൻ വേണ്ടിയിട്ടാണ്, എന്ത്, പോയി ഉമ്മാനെ സേവിച്ചു, ആ ഉമ്മായെ പൊന്നു പോലെ നോക്കിക്കോ. പന്ത് തട്ടുന്നത് പോലെ തട്ടരുത്. മനസ്സിലാക്കിക്കോ ആധുനിക സമൂഹമേ, പന്ത് തട്ടുന്നത് പോലെ തട്ടരുത് ഉമ്മാനെ. അത് ആ മക്കൾ നോക്കിക്കോട്ടെ, അത് അവൾ നോക്കിക്കോട്ടെ, എനിക്കെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്. അവരെ നമുക്ക് ലഭിക്കുന്നത് ഒരു സൗഭാഗ്യമായിട്ട് കാണുന്ന തലത്തിലേക്ക് നമ്മൾ മാറണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ വിളക്കി ചേർത്തോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അതല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ എന്ന് പറയുന്ന സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കൈഫ കുന്തും തസ്തഖ്ബിലുന റമദാന, റമദാനിനെ നിങ്ങൾ എങ്ങനെയാ വരവേറ്റത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ആ സഹാബി പറയുന്നുണ്ട്, ഞങ്ങൾ റമദാനിനെ വരവേറ്റിരുന്നത് മാ കാന അഹദുനാ യജ്റ അല ഇസ്തിഖ്ബാലിൽ ഹിലാൽ വഫീ ഖൽബിഹി ദർറത്തു ഹഖദിൻ അലാ അഖീഹിൽ മുസ്ലിം, ഞങ്ങളിൽ ഒരാളും മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ ഒരു അംശം
പോലും മനസ്സിൽ വെച്ചുകൊണ്ട് മാസപ്പിറവിയെ സ്വീകരിക്കാൻ ധൈര്യപ്പെടാറില്ലായിരുന്നു. മനസ്സിൽ വിരോധത്തിന്റെ അംശം വെച്ചുകൊണ്ട് മാസപ്പിറവിയെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം എന്താ? സ്വീകരിച്ചിട്ട് കാര്യമില്ല. സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെ ഗുസ്തി നടത്തി പിണങ്ങി എന്റെ മുഖം പോലും കാണിക്കരുത്, ഞാൻ മരിച്ചാലെന്നൊക്കെ വലിയ കീർവാണമൊക്കെ മുടക്കിയിട്ട് റമദാൻ മാസമായപ്പോഴത്തേക്ക് വലിയ തഖ്വയും ഭക്തിയും സൂക്ഷ്മതയുമായിട്ട് ജീവിച്ചാൽ എങ്ങനെ അല്ലാഹു സ്വീകരിക്കാനാണ്? അതുകൊണ്ട് ആദ്യം ആ പിണക്കങ്ങളെല്ലാം മാറ്റട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു കൊടുത്തതുപോലെ ലോകത്താരെങ്കിലും പുറത്തു കൊടുത്തിട്ടുള്ളൂ? സ്വന്തം മകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ആളുകൾക്ക് ഇല്ല, ഇനി എന്റെ ഒരു നയാ പൈസ ഇനി അവന്മാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയില്ലേ? എന്താ? നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും, നിങ്ങൾ വിശാലത കാണിക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനമെന്ന് മാറ്റി. അദ്ദേഹം അതിൽ നിന്നും പിൻവാങ്ങി. അതിനും വലുതാണോ നമ്മുടെ ഈ മാലപ്പടക്കങ്ങൾ പോലെ ചെറിയ ചെറിയ ഈ സങ്കടങ്ങളും പരിഭവങ്ങളും? അതുകൊണ്ട് സഹോദരിമാരെ, അതൊക്കെ മാറ്റണം. അമ്മായിയമ്മമാരോട് മിണ്ടാത്ത മരുമക്കൾ, മരുമക്കളോട് മിണ്ടാത്ത അമ്മായിയമ്മമാർ, മക്കളോട് മിണ്ടാത്ത മാതാപിതാക്കൾ, മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കൾ, മക്കൾ തമ്മിൽ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് പോരടിക്കുന്ന കുടുംബങ്ങൾ, ഇതിലൊക്കെ എന്ത് ഹൈറുള്ളത്? എന്നിട്ട് നോമ്പെടുത്തിട്ട് പടച്ചോനോട് അല്ലാഹുവേ സ്വീകരിക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്തർത്ഥമാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട കൗമാരത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നോമ്പ് പടച്ചോൻ സ്വീകരിക്കില്ല, നിങ്ങളുടെ അമൽ റബ്ബ് സ്വീകരിക്കില്ല. കണ്ടില്ലേ ഇന്നത്തെ പത്രത്തിലും ഇന്നലത്തെ വാർത്തകളിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ? 3 പെൺകുട്ടികളാണ് പിതാവ് ഗെയിം കളിച്ചതിന്റെ പേരിൽ മാറ്റിവെച്ച ആ ഫോൺ തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പിതാവിനോട് ബൈ ബൈ പറഞ്ഞിട്ട് 3 പേരും കൂടി 9ാമത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ചു. എവിടെ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. 12, 14, 16 വയസ്സുള്ള പെൺകുട്ടികൾ 9ാമത്തെ നിലയിൽ നിന്ന്, എന്നിട്ടോ ഒരു കത്തും എഴുതി വെച്ചു. ഹിന്ദിയിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. ഐ ലവ് യു പപ്പ, ഐ ആം സോറി, ഐ ആം സോറി എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത്? ഞങ്ങൾക്ക് ഗെയിം എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാഠം പഠിപ്പിക്കുകയാണ്. കൊറിയൻ ബാൻഡുകൾ, കൊറിയൻ സൗന്ദര്യങ്ങൾ, കൊറിയൻ എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന കോപ്രായങ്ങൾ കണ്ടില്ലേ? കേരളത്തിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ഒരു പാറമടയിൽ പോയി ആത്മഹത്യ ചെയ്തില്ലേ? സ്കൂൾ ബാഗുണ്ട്, ആ പാറമടയുടെ അതിന്റെ വക്കത്ത് സ്കൂൾ ബാഗ് ഇരിപ്പുണ്ട്. സ്കൂൾ യൂണിഫോമിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആത്മഹത്യ ചെയ്യുകയാണ്. ഏതോ കുറിയിൽ ചങ്ങാതിയുമായിട്ട് പ്രണയമായി അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തൊക്കെയോ ചില പിന്നെ വാട്സപ്പിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, അയാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് അറിഞ്ഞത്. പോയി ചാടുകയാണ്. ആരെ പാഠം പഠിപ്പിക്കാൻ? പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് എന്ത് സ്ഥാനം? ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് എന്ത് സ്ഥാനം? ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്കറിയാം, പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ മക്കളുടെ പേരിൽ നൊന്ത് കരയുകയാണ്, അവർ കണ്ണുനീരൊഴുക്കുകയാണ്. അവർ ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളെ പാഠം പഠിപ്പിക്കാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ബന്ധങ്ങളെ നിങ്ങൾ കൊല്ലാക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ വായിച്ചെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഏതാണ് ആ സംസാരം എന്നറിയുമോ? ഒരു വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പനങ്ങോട് നോർത്ത് AUP സ്കൂൾ വിദ്യാലയം കുട്ടികൾക്കായി നടത്തിയ കത്തെഴുതാം സമ്മാനം നേടാം എന്നൊരു മത്സരം നടത്താൻ. കത്തെഴുതാം സമ്മാനം നേടാം, കുട്ടികളെ കൊണ്ട് കത്തെഴുതിപ്പിക്കുന്ന ശീലം. അങ്ങനെ കത്തുകൾ എഴുതുകയാണ്. വിജയിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുട്ടികൾ എഴുതിയ ആ കത്തുകൾ എടുക്കാൻ വേണ്ടി തപാൽ പെട്ടി തുറന്നപ്പോഴാണ് ഒരു കുട്ടിയുടെ വാക്കുകൾ അത് പരിശോധിക്കുന്ന വിധികർത്താക്കളുടെ കണ്ണ് നനച്ചത്. ആ കുട്ടിയുടെ പേര് ശ്രീനന്ദ എന്നാണ് ആ കുട്ടിയുടെ പേര്.
മരിച്ചുപോയ അച്ഛനു വേണ്ടി ശ്രീനന്ദ ആ കത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. മരിച്ചുപോയ അച്ഛന് വേണ്ടിയിട്ട് എന്താ എഴുതിയത്? അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് സുഖമാണോ? അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ എന്നാണ് തിരിച്ചു വരിക? ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അച്ഛനവിടെ കൂട്ടുകാരുണ്ടാകുമല്ലോ. അച്ഛനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ സുഖമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ അച്ഛനെ കാണും. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, പിന്നെ അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്. അച്ഛൻ 1000 ഉമ്മ, ബാക്കി വിശേഷം പിന്നെ എഴുതാമെന്ന് പറഞ്ഞ 2024 ഏപ്രിൽ 10 ബൈക്കപകടത്തിൽ മരിച്ച ഈ ശ്രീനന്ദയുടെ പിതാവ് പനങ്ങാടിൽ ഓർത്ത് ബൈജു എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ മകൾ എഴുതിയ കത്താണിത്. മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ണീര് കുളിപ്പിക്കുന്ന മക്കൾ, മറുഭാഗത്ത് അച്ഛൻ മരിച്ചുപോയ വേദനയിൽ